സുമരേട്ടാ, ഇല്ല, അണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ ഒന്ന് പോയി കണ്ട് സംസാരിച്ചിരുന്നു. എല്ലാവരും നല്ല പ്രതീക്ഷയില്ല. ഇല്ല, ഇലക്ഷൻ വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും അതിന്റെ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ശരിയേട്ടാ, ഓക്കെ, ഞാൻ വിളിക്കാം. പ്രതാപ, എന്താ ചേച്ചി? പ്രതാപ, കാവിലെ ഉത്സവത്തിന്റെ കാര്യത്തിന് നീ ശരിക്കും എന്ത് തീരുമാനം എടുത്തിരിക്കുന്നേ? സോറി ചേച്ചി, ഞാൻ ചേച്ചിയോട് ചോദിക്കാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ എന്ത് തീരുമാനം എടുത്താലും ചേച്ചി അതിനെ എതിർക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് മനസ്സിലായി. രാജുവിന് ഉടവാള് നൽകി നിന്റെ പിന്മുറക്കാരനാക്കാനാ നീ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? ചേച്ചിക്കറിയാലോ, ദീപക് പഠിക്കാൻ കാണിച്ച ആർജവും അവന്റെ മിടുക്കും എല്ലാം കണ്ടപ്പോ എന്റെ മനസ്സിൽ ആ സ്ഥാനം ദീപകിന് നൽകണമെന്നായിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പോ അവന്റെ കുസൃതി കൂടി വന്നു. ആ കുസൃതി ഇപ്പോ നിയന്ത്രണമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ദീപകിന് ഇതേ ഉത്തരവാദിത്തമുള്ള കാര്യം ഏൽപ്പിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും ചേച്ചി? എല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കാമെന്ന് എനിക്ക് തോന്നിയത് രാജുവിനെയാ. പക്ഷെ പ്രതാപ, അവൻ ഇത്രയും വലിയൊരു സ്ഥാനം അറിയിക്കുന്നുണ്ടോ? അതിനവൻ എന്ത് യോഗ്യതയുള്ളത്? എവിടെയോ ഒരു പുറമ്പോക്കിൽ ജനിച്ച് പറയത്തക്ക യാതൊരു കുടുംബ പാരമ്പര്യവും കുലമഹിമയില്ലാത്ത അവനെയാണോ നീ നമ്മുടെ കുടുംബത്തിന്റെ സർവാധികാരം ഏൽപ്പിക്കാൻ പോകുന്നത്? കഷ്ടം. ജനിച്ച സ്ഥലമോ കുടുംബ പാരമ്പര്യമോ കുലമഹിമയോ ഒന്നുമല്ല, മനുഷ്യന്റെ നിലവാരം അളക്കാനുള്ള അളവ് പോലും. അതവന്റെ അച്ചടക്കവും വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പ്രതാപ നീ ഈ പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്റെ മകനൊരു കഴിവുകെട്ടവനാണെന്നാണോ? ചേച്ചി, ഞാൻ ദീപകിനെ കുറിച്ച് അങ്ങനെ ഒന്നുമല്ല ഉദ്ദേശിച്ചത്. നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ ബിസിനസ്സുകൾ, കൈമോശം വന്നിട്ടില്ലാത്ത നമ്മുടെ സ്വത്തുക്കൾ, പിന്നെ രാഷ്ട്രീയത്തിൽ ഞാൻ സമ്പാദിച്ച സ്ഥാനവും സൽപ്പേരൊക്കെ അത് ഇരട്ടിയാക്കാൻ രാജുവിനെ കഴിയൂ. പ്രതാപ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. എല്ലാം കൈവിട്ട് പോയിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതെ, ഉടവാളാണ് നീ കൈമാറാൻ പോകുന്നത്. ചേച്ചിക്കറിയാലോ ഏത് സാഹചര്യത്തിലാണ് ഞാൻ ആ ഉടവാള് എന്റെ കൈകളിലേക്ക് സ്വീകരിച്ചതെന്ന്. രാജുവിന് എനിക്ക് വിശ്വാസമാണ്. അവൻ സംയോജിതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ആളാണ്. അവൻ നല്ലൊരു മനസ്സിനുടമയാണ്. ഇത്രയൊക്കെ പോരെ ചേച്ചി ഒരു നല്ല മനുഷ്യനാകാൻ? പ്രതാപ, നിനക്കറിയില്ല, എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ലക്ഷ്യം കണ്ടുകൊണ്ടാ അവൻ ഋതികയെ വശീകരിച്ച് വിവാഹം കഴിച്ച് നിന്റെ വിശ്വാസം പിടിച്ചു പറ്റിയതെങ്കിലും നീ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇല്ല ചേച്ചി, രാജു അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് രാജുവിനെ പരിപൂർണമായ വിശ്വാസമാണ്. അവൻ എന്നെ ഒരിക്കലും ചതിക്കില്ല. പ്രതാപ, നീ ഇത് മാറ്റി പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. അംബികയാ പറയുന്നേ, നിന്റെ ചേച്ചിയാ പറയുന്നേ. ചേച്ചി, ഇതൊക്കെ ദീപകിന് ഞാൻ ആ സ്ഥാനം നൽകാത്തോണ്ടുള്ള വിദ്വേഷം കൊണ്ട് തോന്നുക. ഞാൻ പറയുന്നു, ചേച്ചി ഇതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. ഞാൻ എടുത്ത തീരുമാനം ഉചിതമാണെന്ന് ചേച്ചി എന്നോട് പറയുന്ന ഒരു ദിവസം. ശരി പ്രതാപ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കത് മനസ്സിലാവുന്നില്ലെങ്കിലേ പിന്നെ ഞാൻ എന്തു പറഞ്ഞിട്ടും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ചേച്ചി, എന്റെ തീരുമാനം ചേച്ചിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്കെന്ത് വേദന പ്രതാപ? ഞാനേ ഈ സ്വത്തുക്കളും പണമൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഈ വീട്ടിൽ നിൽക്കുന്നത്. എനിക്ക് എന്റെ അനിയനായി നീ എപ്പോഴും എന്റെ കൂടെ വേണം. നീ സന്തോഷമായിരിക്കണം, നിനക്ക് സമാധാനം ഉണ്ടാവണം. എനിക്ക് അത്രേ ഉള്ളൂ. സ്വത്തുക്കളും പാരമ്പര്യവും എല്ലാം നീ നിനക്കിഷ്ടമുള്ള ആരെങ്കിലും ഏൽപ്പിക്കേ.
അതിലെനിക്ക് യാതൊരു പരാതിയില്ല. നിന്നോട് എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ നിനക്ക് തെറ്റു പറ്റിയെന്ന് ബോധ്യമായാൽ, നിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി രാജു പ്രവർത്തിച്ചു എന്ന് തെളിഞ്ഞ, പിന്നങ്ങോട്ട് ഈ ചേച്ചി പറയുന്ന അഭിപ്രായം സമ്മതിച്ചു തരാൻ നീ തയ്യാറാവോ? ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? നീ തയ്യാറാണോ പ്രതാപ? അത് പറ. തയ്യാറാണ് ചേച്ചി. ശരി. സാറൊന്ന് അവിടെ നിന്നേ. എന്താ ദീപകെ? എനിക്കേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ, എന്നാ നീ സംസാരിക്ക്. അതിന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് ഇത്ര മസിൽ പിടിച്ച് നിൽക്കണോ? കാര്യം പറഞ്ഞാ പോരെ? തടഞ്ഞു നിർത്തി സംസാരിച്ചാലെന്താ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ, ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ എന്താ ഉണ്ടാവുമെന്ന് നിനക്കറിയാലോ. അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നിനക്ക് പഴയതിനേക്കാളും കുറച്ചു മുമ്പ് കൂടിയിട്ടുണ്ടല്ലോ രാജു. അതൊക്കെ നിന്റെ തോന്നലാ ദീപകെ. ഞാൻ അന്നും ഇന്നും ഒരുപോലെ. ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. നീയെല്ലാം ഒറ്റയ്ക്ക് തിന്നാനുള്ള പ്ലാനിലാണല്ലേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നിനക്കെന്താ വെളിവില്ലേ? നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? നീ പകലും കള്ളുകൂടി തുടങ്ങിയോ? ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ നല്ല നോർമലായിട്ടാ നിൽക്കുന്നത്. പറയാനുള്ളത് പറയുമ്പോ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്നും എന്നെ കള്ളുകൂടിയനാക്കുന്നതാണല്ലോ ഇവിടെ എല്ലാവരുടെയും ശീലം. രാജു, എന്താ രാജു, എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല മാഡം. ദീപക്കിനെന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന്. എന്താ ദീപക്? അത് ഞാൻ ഇവനോട് പറഞ്ഞോളാം. എങ്കി നീ പറയേ. കുറെ നേരം ആയല്ലോ, സമയം പോന്നു. എനിക്ക് വീട്ടിൽ പോകാനുള്ളതാ. ദാ, നീ ഒരു അവസരം കിട്ടിയപ്പോഴേ എല്ലാം കൊണ്ടുപോയി ഒറ്റയ്ക്ക് തിന്നാന്ന് വിചാരിച്ചോ? അപ്പൊ നിന്റെ മനസ്സിൽ ഇതൊക്കെ ആയിരുന്നല്ലേ? നീ എന്താ ഈ പറയുന്നേ? ഞാനിവിടെ വർമ്മ സാറിന്റെ സ്വത്തുക്കൾ കണ്ടാണ് നിൽക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി ദീപകെ. നിനക്കേ ഭ്രാന്ത. നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടി ഞാനും ഇവിടെ ഉള്ളവരൊക്കെ നിന്റെ ശത്രുക്കളാണെന്ന് നീ വെറുതെ വിചാരിക്കുന്ന. ശരിക്കും നിനക്ക ഈ പണത്തിനോട് സ്വത്തുക്കളോടും ഒക്കെ ആസക്തി. അല്ലാതെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. വാ മേഡം. നിന്റെ പ്ലാൻ ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോ നീ എങ്ങനെ തെന്നി മാറാനൊന്നും നോക്കണ്ട. ഈ ദീപക് ഇവിടെ ഉള്ളപ്പോ നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ നിന്റെ പണി നോക്ക. മേഡം വാ. പണ്ട് അമ്മാവന്റെ കയ്യിലേക്ക് ഉടവാള് കൈമാറിയപ്പോ അമ്മാവൻ എല്ലാ സ്വത്തുക്കളുടെ അവകാശിയായതുപോലെ ഇപ്പൊ രാജുവും ഉടവാള് സ്വീകരിച്ച് അവകാശിയാവുന്നൊരവസരം വന്നപ്പോ നൈസായിട്ട് വാളും വാങ്ങി ഈ കുടുംബത്തിന്റെ തലപ്പത്ത് കയറി നിങ്ങൾ ഭരിക്കാന്നാ അവൻ വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് അവൻ ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ എന്റെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നു. ആ, അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. എല്ലാവരും വലിയ ആദർശമൊക്കെ പറയും. പക്ഷേ കണക്കില്ലാത്ത സ്വത്തുക്കള് കയ്യിലേക്ക് വരാൻ പോകുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാ രണ്ട് കൈയും നീട്ടി കണ്ണും അടച്ചങ്ങ് നിന്ന് കൊടുക്കും. പക്ഷെ ഈ ദീപക് ഇവിടെ ഉള്ളപ്പോ അങ്ങനെ ഈ കുടുംബത്തിലെ സ്വത്തുക്കള് നിന്റെ കയ്യിലേക്ക് വരുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. ഈ സ്വത്ത് അനുഭവിക്കാനായി ഒരുത്തൻ ജനിച്ചിട്ടുണ്ടെങ്കിലേ അത് ഈ അംബികയുടെ മകൻ ദീപക്കായിരിക്കും. ദീപക് മാത്രമായിരിക്കും.
അമ്മേ, എന്റെ ഫോൺ റിംഗ് ആവുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ. മര്യാദക്ക് ഇവിടെ ഇരുന്നോണം. എന്തെങ്കിലും പണിയെടുത്ത് കുറച്ചു കഴിയുമ്പോ നിനക്കിത് പതിവാ. ഒന്നെങ്കിൽ ഫോൺ വരും, ചിലപ്പോ മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന. നീ ഇങ്ങനൊരു മടിച്ചിയായി പോയല്ലോടി. മടിയോ? എനിക്കോ? ആ, അല്ലെങ്കിലും ചെറുപ്പം മുതലേ അങ്ങനെയാണല്ലോ. ശ്രീലക്ഷ്മി പഠിത്തക്കാരി ആയതുകൊണ്ട് അവൾക്ക് കുനിഞ്ഞു മുറ്റത്തുനിന്നൊരു കരിയില പോലും എടുക്കേണ്ടി വന്നിട്ടില്ല. എന്നെ പിന്നെ പഠിക്കാൻ നല്ലൊരു സ്കൂളിലും വിട്ടിട്ടില്ല. പണി മുഴുവൻ എനിക്ക്. ഓ, നിന്റെ പഠിപ്പിന്റെ വിശേഷമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. മര്യാദക്ക് പണിയെടുക്കടി. എടുക്കുമല്ലേ? ആ, എടുക്ക. ഓ, അമ്മ, അതാരാ? അമ്മ, മുഖം നോക്കി ലക്ഷണം പറയും, കൈ നോക്കി ഭൂതവും ഭാവിയും പറയും. ദക്ഷിണയായി ഉള്ളത് തന്നാ മതി. ഈ തൊഴില് വർഷത്തിൽ 3 മാസം ചെയ്യണമെന്ന രീതി. ആ രീതി പിന്തുടർന്നു വരുന്ന കൈനോട്ടക്കാരിയാ. ആ കൈയൊന്ന് കാട്ടിയ അമ്മയ്ക്കത് മനസ്സിലാവും. അമ്മ കൈ കാണിക്ക്. ആ, ദാ. അച്ഛാ, ദേ അച്ഛന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. ചുമ്മാ ഇരിയടി. അതെ, ഒന്നും തോന്നരുത് കേട്ടോ. ഇവളുടെ അച്ഛനെ ജോത്സ്യത്തിലൊക്കെ വലിയ താല്പര്യ. ആ, അതുകൊണ്ടേ ഇവൾ അച്ഛനെ കളിയാക്കി പറഞ്ഞതാ. സാരല്ലമ്മ. 3 മക്കളാണല്ലേ? അതെ. അമ്മയ്ക്കും അമ്മയുടെ ഭർത്താവിനും ജന്മദേശം ഒന്ന്. ദേശം വിട്ട് ദേശം മാറി വന്ന് താമസിക്കുന്നു. അതെ. അമ്മയുടെ മനസ്സ് തങ്കം പോലത്തെ മനസ്സാ. ആ മനസ്സാണ് ഈ വീടിന്റെ ഐശ്വര്യം. കേട്ടാ വേണോട്ടോ പറയുന്നേ. അതെ, ഇനി വേണോട്ടെ കയ്യെ നോക്കാമോ? എന്തിനാ കൈ നോക്കി പറയുന്നത്? മുഖം നോക്കി പറയാലോ. ശ്രീരാമചന്ദ്രനെ പോലൊരു മകനുണ്ട്. ആ മകന്റെ ജീവിത വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് മകന് വേണ്ടി ജീവിക്കുന്ന അച്ഛനല്ലേ? സത്യ. പിന്നെന്താടി നീ വിചാരിച്ചേ? ജ്യോതിഷവും അസ്ത്രരേഖ ശാസ്ത്രം എന്ന് പറഞ്ഞ തമാശ കളിയുന്ന ഉങ്ക ഊരെങ്ക? ആ, உங்களுக்கு തമിഴ് தெரியுமா? കൊച്ചോർച്ച്. ഞാൻ രാധയും വന്നിട്ടുണ്ട് ആഹാ. മദ്രാസിൽ ഒരുപാട് വർഷം മുമ്പാ. ആ, അപ്പടിയാ. എന്നൂര് തഞ്ചാവൂര്. ഓ, ധാരാളം കേട്ടിട്ടുണ്ട് നിങ്ങളുടെ നാടിനെ കുറിച്ച്. ആ. ആ, അവരെത്തിയില്ലോ. ആ, അതെ, ഇതാണ് ഞങ്ങളുടെ മകൻ. ആ. പിന്നെ എന്താ ഇത് ചെ- മരുമോള്. കൈനോട്ടാണെന്ന് തോന്നുന്നല്ലോ. അതെ, തഞ്ചാവൂരിന്നാ. ഞാൻ കയ്യൊന്ന് കാണിച്ചേ. ഹലോ, കാണിക്ക് രാജു. ശരി. മകന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാ. ഇത് സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ കൈ തന്നെയാ. ത്രയംബകം വില്ലൊടിച്ച് രാജകുമാരിയായ സീതയെ സ്വയംവരം ചെയ്ത രാമചന്ദ്രന്റെ കൈ. പക്ഷേ രാമായണത്തിലേതുപോലെയല്ല മകന്റെ കഥയില്. സ്വയംവരം കഴിഞ്ഞ നേരെ പട്ടാഭിഷേകം. മകൻ ഒരു രാജാവായി വാഴും. രാജയോഗമാണ് മകന്റെ കയ്യിൽ ഞാൻ കാണുന്നത്. ഇപ്പൊ എന്തായി? ഞാനെന്തേ പറയില്ലായിരുന്ന രാജുവിന്റെ രാജയോഗത്തെ പറ്റിയും രാജകുമാരിയെ പറ്റിയും? അന്ന് നിങ്ങളെല്ലാവരും എന്നെ പുച്ഛിച്ചു. ഇപ്പൊ ദേ ഋതിക മാഡം അവന്റെ ജീവിതത്തിലേക്ക് വന്നു. ഇനിയും അവനെന്തോ മഹാഭാഗ്യമുണ്ടെന്നല്ലേ ഇവര് പറയണത്? അതെ, ചെങ്കോലും കിരീടവും കയ്യിലേക്ക് വരാൻ ഇനി അധിക നാളില്ല. അതിൽ കൂടുതലൊന്നും എനിക്കിപ്പൊ പറയാനുമില്ല. ഇതിൽ കൂടുതൽ എന്തു പറയണം? ഋതിക മാഡം, ആ കൈയൊന്ന് കാണിച്ചേ. ആ, ഞാനോ? കാണിക്കുന്നേ. വേണ്ട.
ഈ മോളുടെ മുഖം നോക്കിയാൽ തന്നെ എനിക്കെല്ലാം മനസ്സിലാവും. സുഖസൗകര്യങ്ങൾക്കിടയിൽ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് പിറന്ന മോളാണ്. ചെറുപ്പത്തിൽ തന്നെ ഒരാളെ പിരിയേണ്ടി വന്നു. അയാള് മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടാൻ മോള് തയ്യാറായിക്കും. അല്ല, പോവാണ്. ആ, ലക്ഷണവും രേഖയും പറയുന്നതിന് ഞങ്ങൾക്കൊരു കണക്കുണ്ട്. ഇന്ന് ഇത്രയും പറഞ്ഞാ മതിയെന്ന കുലദൈവം അറിയിച്ചിരിക്കുന്നത്. ഞാൻ മടങ്ങുക. ഈ വഴിക്ക് ഇനി ഒരിക്കൽ വരുമ്പോ തീർച്ചയായും ഞാൻ ഈ വീട്ടിൽ വരാം. രാജു, ദക്ഷിണ കൊടുക്കണം. വേണ്ട, ദക്ഷിണയൊന്നും വേണ്ട. എന്ത് സംഭവിച്ചാലും മോള് ഈ താലിയില് ഒരു കൈകൊണ്ട് മുറുക്കെ പിടിച്ചോളണം. അയ്യോ, അവരെന്താ ഋതിക മോളോട് അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എന്തെങ്കിലും കാര്യം ഉണ്ടാവൂടി. അംബിക മാഡവും ദീപക് സാറും ഇവർക്കെതിരെ ഓരോന്നും ചെയ്യാനുള്ള ശ്രമത്തിലാണല്ലോ. അതായിരിക്കും അവരുദ്ദേശിച്ചത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളകത്തേക്കല്ലേ. ആ മോളെ, വാ. വാ. ഡാ, അകത്തേക്ക് വാടാ. ആ, ഞാൻ വരാം. ആ. ആഹാ, നിങ്ങൾ എന്താ മനുഷ്യ ഇന്ന് പോയി കിടക്കാത്തത്? സാധാരണ ഉറങ്ങാനുള്ള സമയമായല്ലോ. ഇന്ന് എന്തു പറ്റി? മനസ്സിനൊരു സുഖമില്ലടി. നിങ്ങൾക്കിത് എന്തു പറ്റി? ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അതല്ല രാധേ, വർമ്മ സാറ് പറഞ്ഞ കാര്യം ആലോചിച്ചപ്പോ വർമ്മ സാറ് നമ്മളെ അവരുടെ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങിന് വിളിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വലിയ സന്തോഷായിരുന്നല്ലോ. അതിനകത്ത് ഇതിന് മാത്രം വിഷമിക്കാൻ എന്താ? അതല്ലാന്ന് നമ്മുടെ മോനെ ഇതിനെതിരെ നിൽക്കുമെന്ന് എന്റെ പേടി. രാജുവോ? അവൻ എന്തിനെതിര് നിൽക്കാനാ? രാധമ്മേ, അത് എന്താന്ന് വെച്ചാ നിങ്ങൾ തുറന്നു പറ വേണുവേട്ടാ. രാധയോട് എല്ലാം തുറന്ന് പറയണോ? രാധേ, നീ കരുതും പോലെ അല്ല കാര്യങ്ങള്. നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ഈ കുടുംബത്തിലും വർമ്മ സാറിന്റെ വീട്ടിലുമായിട്ട് നടക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയും. ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നീ ഇത് സമാധാനമായിട്ട് കേൾക്കണം. നിങ്ങൾ കാര്യം പറയും. രാജു ഋതിക മാഡവുമായി നമ്മുടെ വീട്ടിലേക്ക് വന്നത് നീ ഓർക്കുന്നില്ലേ? ഉണ്ട്, ഓർക്കുന്നുണ്ട്. ഋതിക മാഡം, മാഡത്തിന്റെ കല്യാണമല്ലേ? ആ കല്യാണം നടന്നില്ല. പകരം ഋതിക മേഡത്തിന്റെ കഴുത്തില് ഞാൻ താലി കെട്ടി. അന്ന് അവര് നമ്മളോട് പറഞ്ഞത് രാജു ഋതിക മാഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടി അവരുടെ വിവാഹം കഴിഞ്ഞു എന്നല്ലേ? ആ അതെ, അതിനെന്താ ഇപ്പോ? ശരിക്കും അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല. നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നേ? അതെ രാധമ്മേ, ശരിക്കും അവർ തമ്മിൽ ഇങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല. വിവാഹം കഴിച്ചെന്ന് അവര് നമ്മളോട് നുണ പറഞ്ഞതാ. എന്തിനാ അവരെന്തിന് നമ്മളോട് ഇങ്ങനെ ഒരു നുണ പറയണം? രാധേ, നീ ബഹളം വെക്കാതെ, അകത്തവരുണ്ട്.
നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എങ്ങനെയാ? സമാധാനപ്പെട്. ഈശ്വര, നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? പിന്നെന്താ എന്നോട് ഇതെല്ലാം ഇത്ര നാളും പറയാത്തത്? എന്നോട് പറഞ്ഞതല്ല, ഞാൻ അവരുടെ നാവിൽ നിന്ന് തന്നെ കേട്ടതാ. ഇക്കാര്യം എനിക്ക് മാത്രമല്ല, അംബികാമാർത്തിനും ദീപക്കിനും, എന്തിന് രമ്യക്ക് പോലും അവരുടെ വിവാഹം നടന്നതാണോ അല്ലയോ എന്ന് സംശയമുണ്ട്. ഈശ്വര, അവരെന്തിന് ഇങ്ങനെ ഒരു നുണ പറയണം? എങ്ങനെ അവർക്കിത് പറയാൻ തോന്നി? പ്രതികമോൾ ആദ്യമായി രാജുവിന്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ പതിയെ പതിയെ ഞാൻ ആ കുട്ടിയെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങി. ഇപ്പോ ഞാൻ എന്റെ 3 മക്കളെക്കാളും ഹൃദയമോളെ സ്നേഹിക്കുന്നുണ്ട്. പെട്ടെന്നിപ്പോ നിങ്ങൾ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോ എന്താ ഇതിന്റെ അർത്ഥം?